ഹലോ, ഇന്ന് നമുക്കൊരു പായസം ഉണ്ടാക്കിയാലോ? ചെറുപയർ പരിപ്പ് വെച്ചിട്ടാണ് ഇന്നത്തെ പായസം. അപ്പം നമുക്ക് ആദ്യം ചെറുപയർ പരിപ്പ് നന്നായിട്ടൊന്ന് വറുത്തെടുക്കണം. അപ്പോൾ ചെറുപയർ നന്നായിട്ടൊന്ന് വറുത്തെടുക്കണം. വറുത്തെടുക്കുക വെച്ചാൽ നമുക്കൊന്ന് പൊട്ടുന്ന ആ ഒരു പാകമാണ് വേണ്ടത്. അപ്പം നന്നായിട്ടൊന്ന് അത് വറുത്തെടുക്കാം. അങ്ങനെ നമ്മുടെ ചെറുപയർ പരിപ്പൊക്കെ ഒന്ന് മൂത്ത് വന്നിട്ടുണ്ട്. ഒരു ചെറിയ റെഡ് കളറൊക്കെ ആയിട്ടുണ്ട്. അപ്പോൾ ഇതാണ് കറക്റ്റ് പാകം. ഇനി നമുക്കിത് നന്നായിട്ടൊന്ന് കഴുകിയെടുക്കണം. കഴുകിയെടുത്തിട്ട് നമുക്കിത് നന്നായിട്ട് കുക്കറിൽ ഒരു വിസിൽ വരുന്നത് വരെ ഒന്ന് വേവിച്ചെടുക്കണം. അതാണ് ഇതിൻ്റെ കറക്റ്റ് പാകം. അപ്പോൾ ശർക്കരപ്പാനിയൊക്കെ ഞാൻ റെഡിയാക്കിയിട്ടുണ്ട്. 1/2 കിലോ ചെറുപയർ പരിപ്പാണ് എടുത്തത്. അപ്പോൾ അതിലേക്ക് വേണ്ട ശർക്കരപ്പാനിയാണ് നമുക്ക് വേണ്ടത്. പിന്നെ ഞാൻ ചെറുപയർ പരിപ്പ് മിക്സിയിൽ ഒരു വിസിൽ വരുന്നത് വരെ വേവിച്ചിട്ടുണ്ട്. എന്നിട്ട് വിസിൽ പോക്കിയിട്ടെടുത്താണ്. ചെറുപയർ പരിപ്പ് മൊത്തം വിസിലടിയരുത്, കാരണം കുറച്ച് കടിക്കാൻ നമുക്ക് കിട്ടണം. എന്നാലാണ് അതിൻ്റെ ആ കറക്റ്റ് പാകം വരിക, ടേസ്റ്റ് ഉണ്ടാവുക. ഇനി അതിലേക്ക് നമുക്ക് എടുത്തു വെച്ച ശർക്കരപ്പാനി ഒഴിച്ചു കൊടുക്കാം. ഒഴിച്ചിട്ട് നമുക്ക് നന്നായിട്ട് ഇളക്കി യോജിപ്പിക്കാം. ആ ശർക്കരപ്പാനിയിൽ കിടന്ന് ഈ ചെറുപയർ പരിപ്പൊന്ന് വെന്ത് കിട്ടണം. നമുക്ക് അധികം വേവില്ല, എന്നാലും അതിലൊക്കെ കിടന്ന് ആ ശർക്കരപ്പാനിയിൽ അതൊന്ന് കുറുകി വരണം. എന്നിട്ടാണ് നമുക്ക് തേങ്ങാപ്പാൽ ഒഴിച്ച് കൊടുക്കേണ്ടത്. അപ്പോൾ അതേ നമ്മുടെ ശർക്കരപ്പാനിയിലൊക്കെ കിടന്ന് നന്നായിട്ട് ചെറുപയർ പരിപ്പ് വെന്ത് വന്നിട്ടുണ്ട്. ഇനി നമുക്കിതിലേക്ക് വേണ്ടത് 2ാം പാലാണ്. ഞാൻ ആ 2ാം പാലിൻ്റെ 1ാം പാലിൻ്റെയൊക്കെ വീഡിയോ എടുത്തു വെച്ചിരുന്നു, പക്ഷേ നമുക്ക് ക്യാമറയിൽ അത് കിട്ടിയില്ല. അപ്പം നമുക്കിതിലേക്ക് 2ാം പാൽ ഒഴിച്ച് കൊടുക്കാം. 2ാം പാൽ ഒഴിച്ച് കൊടുത്തിട്ട് നന്നായിട്ട് ഇളക്കി അതിൽ കിടന്ന് നന്നായിട്ട് വേവണം. അതിൻ്റെ കൂടെ നമുക്ക് 2 ഏലക്കായും കൂടി ഇട്ട് കൊടുക്കണേ. അതെന്നോട് മിസ്സായതാണ് വീഡിയോ. ആ 2 ഏലക്കായും കൂടി ഇട്ട് കൊടുത്തിട്ട് വേണം നന്നായിട്ട് ഇതിലേക്ക് യോജിപ്പിക്കാൻ. ഇനി ആ 2ാം പാലിൽ കിടന്നിട്ട് അത് നന്നായിട്ട് വെന്ത് വരണം. നമ്മുടെ 2ാം പാലിലൊക്കെ കിടന്ന് ആ ചെറുപയർ പരിപ്പൊക്കെ നന്നായി വെന്ത് വന്നിട്ടുണ്ട്. നല്ല തിളച്ച് വരുന്നുണ്ട്. ഇപ്പോൾ കുറുകിയൊരു പാകമായി വന്നു. ഇനി നമുക്കിതിലേക്ക് വേണ്ടത് 1ാം പാൽ ഒഴിച്ച് കൊടുക്കുകയാണ്. അപ്പോൾ നല്ല പാകമായി വരുന്നുണ്ട്, നല്ല സ്മെല്ലൊക്കെ വരുന്നുണ്ട് കേട്ടോ. ഇനി നമുക്കിതിലേക്ക് 1ാം പാലും കൂടി ഒഴിച്ച് കൊടുക്കാം. 1ാം പാൽ ഒഴിച്ച് കഴിഞ്ഞാൽ പിന്നെ തിളയ്ക്കേണ്ട ആവശ്യമില്ല കേട്ടോ. അപ്പം തന്നെ ഒന്ന് ചൂടായതിന് ശേഷം അപ്പം തന്നെ ഇറക്കി വെക്കണം. അപ്പോൾ നമുക്ക് 1ാം പാൽ ഒഴിച്ച് കൊടുക്കാം. ഈ പായസത്തിലേക്ക് ബാലൻസ് ചെയ്യാൻ വേണ്ടി കുറച്ച് ഒരു നുള്ളു ഉപ്പ് കൂടി ഇട്ട് കൊടുക്കണം, അത് മറന്നു പോകരുത്. അപ്പോൾ 1ാം പാൽ ഒഴിച്ചിട്ടുണ്ട്. എന്നിട്ട് നന്നായിട്ടൊന്ന് ഇളക്കി യോജിപ്പിക്കാം. അപ്പം നമ്മുടെ പായസം ഇവിടെ റെഡി ആയിട്ടുണ്ട്. നല്ല ടേസ്റ്റിയായ ചെറുപയർ പരിപ്പ് പ്രഥമനാണ് ഇവിടെ ഉണ്ടാക്കിയിരിക്കുന്നത്. ഇനി ഇതിലേക്ക് നമുക്ക് കുറച്ച് കാഷ്യൂ നട്ട്സും കിസ്മിസും കൂടി നെയ്യിൽ വഴറ്റി ചേർക്കാം. എന്നാലാണ് അതിൻ്റെ കറക്റ്റ് ടേസ്റ്റ് വരിക. പായസത്തിൽ ആ നട്ട്സൊക്കെ കടിക്കുമ്പോൾ നല്ല ടേസ്റ്റാണ്. അപ്പോൾ നമുക്കിത് പായസത്തിലേക്ക് ചേർത്ത് കൊടുക്കാം. അങ്ങനെ നമ്മുടെ പായസം ഇവിടെ റെഡി ആയിട്ടുണ്ട്. എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട ഒരു പായസം കൂടി കേട്ടോ ഇത്. ഇതിൻ്റെ കൂടെ ഒരു പപ്പടവും പഴവും കൂടി ഉണ്ടെങ്കിൽ സൂപ്പറാവും. ഞാനിങ്ങനെയാണ് പായസം കുടിക്കുന്നത്. അപ്പം എൻ്റെ വീഡിയോ ഇഷ്ടമായെങ്കിൽ എല്ലാവരും ലൈക്ക് ചെയ്യണം, കമൻറ്റ് ചെയ്യണം, സബ്സ്ക്രൈബ് ചെയ്യണം. അപ്പോൾ അടുത്തൊരു പുതിയ വീഡിയോയുമായി കാണുന്നത് വരെ ടാറ്റാ.